ധീരജിനെ കൊന്ന കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്ന കോൺഗ്രസിന്റെ പ്രകോപന മുദ്രാവാക്യത്തിൽ നെഞ്ചു പൊട്ടുകയാണ് ധീരജന്റെ പിതാവ്. ധീരജിനെ കൊന്ന കത്തി കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളെയും കുത്തിക്കൊല്ലൂ എന്ന് പിതാവ് രാജേന്ദ്രൻ വികാരാധീനനായി പറഞ്ഞു. വീണ്ടും വീണ്ടും ധീരജിന്റെ ഓർമ്മകളെ കുത്തി നോവിക്കുന്നത് എന്തിനെന്നും രാജേന്ദ്രൻ ചോദിക്കുകയാണ്. മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ 10-20 കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള വീട്ടിൽ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. 21 വയസ്സു മാത്രം പ്രായമുണ്ടായിരിക്കെ കൊല്ലപ്പെട്ട ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ധീരജിന്റെ അച്ഛൻ രാജേന്ദ്രൻ. മകന്റെ രക്തസാക്ഷി സ്മാരകത്തിന് മുന്നിൽ വെച്ച ന്യൂസ് മലയാളത്തിന്റെ മൈക്കിന് മുന്നിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ രാജേന്ദ്രൻ വിതുമ്പി. 3.5 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്കും ദുഃഖത്തിനും സങ്കടത്തിനും പറഞ്ഞു അറിയിക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അതിനിടയ്ക്കാണ് ഇതുപോലുള്ള കോൺഗ്രസ്സുകാരുടെ പ്രകടനങ്ങളും പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളും. അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന കത്തി കൊണ്ട് ഇവിടെ ജീവച്ഛവമായി ജീവിക്കുന്ന ഞങ്ങളുടെ 3 ജീവനുകളുണ്ട്. ആ 3 ജീവനുകളെ കൂടി അവർ കുത്തി കൊലപ്പെടുത്തണമെന്നാണ് കോൺഗ്രസിനോടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനോടും വളരെയധികം വേദനയോടെ പറയാനുള്ളത്. എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഇടുക്കിയിലെ കോളേജിലേക്ക് മകനെ യാത്രയാക്കുമ്പോൾ ഒരുപാട് സന്തോഷിച്ച അച്ഛനായിരുന്നു രാജേന്ദ്രൻ. 45 വർഷം കോൺഗ്രസുകാരനായി ജീവിച്ചയാളായിരുന്നിട്ടും പഠനസ്ഥലത്ത് മകൻ SFIക്കാരനായി മാറിയെന്നറിഞ്ഞപ്പോൾ അധിക ഗൗരവത്തിൽ അത് കണ്ടിരുന്നുമില്ല. പക്ഷേ കോൺഗ്രസുകാർ മകനെ കുത്തിക്കൊന്നു എന്ന വാർത്ത അറിഞ്ഞ ശേഷം സമാധാനത്തോടെ ഒന്നുറങ്ങാനായിട്ടില്ല രാജേന്ദ്രന്. 2022 ജനുവരി 10 കോളേജ് തിരഞ്ഞെടുപ്പിനിടെയായിരുന്നു ക്രൂര കൊലപാതകം. കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലിയാണ് 1-ാം പ്രതി. കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഈ പ്രതിയെ അരുമയോടെ കൊണ്ടു നടക്കുന്നത് വലിയ വേദനയോടെയാണ് കാണേണ്ടി വരുന്നതെന്ന് രാജേന്ദ്രൻ പറയുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ മുദ്രാവാക്യവും. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ വായിൽ നിന്നും വന്നത് ധീരജിനെ കുത്തിയ കത്തി അവരുടെ കയ്യിലുണ്ട് എന്നാണ്. അപ്പോൾ ധീരജിനെ കൊന്നത് അവരാണെന്നുള്ളതിന് വ്യക്തമായ തെളിവല്ലേ അത്? ഇനി അതിനെ നിഷേധിക്കുവാൻ ഈ കോൺഗ്രസിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ കഴിയും? കൊലപാതക രാഷ്ട്രീയങ്ങളെ വളരെ രോഷത്തോടെ കണ്ടിരുന്ന കേരള സമൂഹവും മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് തന്റെ മകന്റെ കാര്യത്തിൽ മാത്രം പ്രതിഷേധിക്കാത്തത് എന്നുകൂടെ ചോദിക്കുന്നു ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ. ന്യൂസ് മലയാളം, കണ്ണൂർ.